വഖഫ് ബോർഡിലെ അമുസ്ലിം അംഗങ്ങളുടെ നിയമനത്തിൽ വീണ്ടും അനുകൂല നിലപാടെടുത്ത് സർക്കാർ. അമുസ്ലിം അംഗങ്ങളെ ഉൾപ്പെടുത്തി ബോർഡ് പുനഃസംഘടിപ്പിക്കാൻ തയ്യാറെന്ന് സർക്കാർ ഹൈക്കോടതിയിൽ ആവർത്തിച്ചു. വ്യക്തത വരുത്തി വീണ്ടും സത്യവാങ്മൂലം നൽകാമെന്ന് സർക്കാർ. 2 അമുസ്ലിം അംഗങ്ങളെ ബോർഡിൽ ഉൾപ്പെടുത്തിയാൽ പോരെയെന്ന് കോടതി ചോദിച്ചു. അമുസ്ലിം നിയമനത്തിൽ മുൻ സർക്കാരിനെ കുറ്റപ്പെടുത്തി മുഖ്യമന്ത്രി സംസാരിച്ച് മിനിറ്റുകൾക്കുള്ളിലാണ് സർക്കാർ കോടതിയെ നിലപാട് അറിയിച്ചത്. UDF സർക്കാർ ഹൈക്കോടതിയിൽ നിലപാടെടുത്തത് അമുസ്ലിം നിയമനം ആവശ്യപ്പെട്ടുള്ള ഹർജി തള്ളണമെന്നാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഈ സർക്കാരിനും എതിരാക്കുന്നതിന് വേണ്ടി തെറ്റായി നടത്തിയ വർഗീയ പ്രചാരണമാണ് പ്രതിപക്ഷ നേതാവ് നടത്തിയത്. ഈ ഹർജി തള്ളണം എന്നാണ് ഞങ്ങൾ ആവശ്യപ്പെട്ടത്. ഈ ഹർജിക്ക് മുമ്പ് തന്നെ ഇത് നിയമിച്ച സമയത്ത് ഈ 2 അമുസ്ലിം അംഗങ്ങളെ ഞങ്ങൾ നിയമിച്ചുകൊള്ളാം എന്ന് പറഞ്ഞ സർക്കാരാണ് അദ്ദേഹത്തിൻ്റെ സർക്കാർ. ഞങ്ങൾ നേരത്തെ വാഗ്ദാനം ചെയ്തിരുന്നത് പോലെ 2 അമുസ്ലിങ്ങളെ വെച്ചുകൊള്ളാം എന്ന് പറഞ്ഞിട്ട് ഈ വർഗീയ പ്രചരണം നടത്തി ഞങ്ങളുടെ സർക്കാരിനെ പ്രതിക്കൂട്ടിലാക്കാൻ പ്രതിപക്ഷ നേതാവോ CPM വിചാരിച്ചാൽ നടക്കില്ല. ഇതാണ് ഞങ്ങളുടെ സ്റ്റാൻഡ്. വിവരങ്ങളുമായി ന്യൂസ് ഡെസ്കിൽ നിന്നും ലിജോ വർഗീസാണ് ചേരുന്നത്. ലിജോ, എന്തായാലും മുഖ്യമന്ത്രി പറഞ്ഞതിന് നേരെ വിപരീതമായിട്ടുള്ള കാര്യമാണ് സംഭവിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. ഇപ്പോൾ അമുസ്ലിം അംഗങ്ങളെ ബോർഡിൽ ഉൾപ്പെടുത്താം എന്നുള്ള കാര്യം ഹൈക്കോടതി ചോദിച്ചപ്പോൾ അത് സമ്മതിച്ചിരിക്കുകയാണ്. സർക്കാരിൻ്റെ നിലപാട് അത്തരത്തിലാണ്. മുൻ മുഖ്യമന്ത്രിയെയും മുൻ സർക്കാരിനെയും വലിയ രീതിയിൽ വിമർശിച്ചാണ് ഇന്ന് VD സതീശൻ ഇക്കാര്യത്തിൽ വലിയ വിമർശനം ഉന്നയിക്കുകയും ചെയ്തത്. എന്താണ് ശരിക്കും സംഭവിച്ചിരിക്കുന്നത്? മുഖ്യമന്ത്രി VD സതീശൻ ഇന്ന് വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കിയത് അമുസ്ലിങ്ങളായ 2 അംഗങ്ങളെ ഇപ്പോഴത്തെ സംസ്ഥാന വഖഫ് ബോർഡിൽ ആക്കണമെന്ന് ആവശ്യപ്പെട്ടുള്ള ഹർജിയെ എതിർക്കുകയാണ് സംസ്ഥാന സർക്കാർ ചെയ്യുന്നത് എന്നാണ്. എന്നാൽ ഇന്നിപ്പോൾ ഹൈക്കോടതിയിൽ ഈ കേസ് വന്ന ഘട്ടത്തിൽ AG നിലപാടെടുത്തത് 2 അമുസ്ലിങ്ങളായ അംഗങ്ങളെ വഖഫ് ബോർഡിൽ ഉൾപ്പെടുത്താൻ തയ്യാറാണ്. അതുകൊണ്ട് തന്നെ പുതുക്കിയ, അതായത് വീണ്ടും സത്യവാങ്മൂലം ഇക്കാര്യത്തിൽ നൽകാൻ തയ്യാറാണ് എന്നുള്ള കാര്യം സർക്കാരിന് വേണ്ടി ഇന്നിപ്പോൾ AG പറയുകയും ചെയ്തു. അതായത് മുഖ്യമന്ത്രി പറഞ്ഞതിന് നേരെ വിപരീതമായൊരു കാര്യമാണ് ഇന്നിപ്പോൾ ഹൈക്കോടതിയിൽ AG എടുത്ത നിലപാട്. അവിടെ അദ്ദേഹം പറയുന്നത് 2 മുസ്ലിങ്ങളായ അംഗങ്ങളെ ഈ ബോർഡിൽ ഉൾപ്പെടുത്തുന്നതിന് സർക്കാർ തയ്യാറാണ്, അത് അനുസരിച്ചുള്ള പുതിയ സത്യവാങ്മൂലം നൽകാം എന്ന് ഹൈക്കോടതി ഇന്ന് അറിയിക്കുകയും ചെയ്തു. ഇതിന്റെ അടിസ്ഥാനത്തിൽ ആയിരിക്കും ഇനി തുടർ നടപടികൾ ഇക്കാര്യത്തിൽ ഉണ്ടാവുക. സംസ്ഥാന സർക്കാരിന് വേണ്ടി AG ഇനിയിപ്പോൾ ഹൈക്കോടതിയിൽ 2 അമുസ്ലിങ്ങളെ ഉൾപ്പെടുത്താം, അതിന് തയ്യാറാണ്. ഒരുപക്ഷെ അതിൽ പേരുകൾ അടക്കം വെച്ചുകൊണ്ട് ഇനിയിപ്പോൾ അടുത്ത സിറ്റിംഗിൽ ഇക്കാര്യം കോടതി അറിയിക്കും. അതിനനുസരിച്ച് ഈ കേസ് ഏതാണ്ട് തീർപ്പാവുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറും എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും മുഖ്യമന്ത്രി ഒരു നിലപാട് പറയുകയും ആ നിലപാട് പറഞ്ഞ് ഏതാണ്ട് മിനിറ്റുകൾക്കുള്ളിൽ തന്നെ ഹൈക്കോടതിയിൽ ഈ കേസ് വരികയുമായിരുന്നു. അവിടെ വെച്ചാണ് ഇപ്പോൾ മുഖ്യമന്ത്രി പറഞ്ഞതിന് നേരെ വിപരീതമായ കാര്യം അദ്ദേഹത്തിൻ്റെ സർക്കാരിന് വേണ്ടി ഹാജരായ അഭിഭാഷകൻ വ്യക്തമാക്കുകയും ചെയ്ത്. ഏതായാലും നിലവിലെ സാഹചര്യത്തിൽ ഇപ്പോൾ തുടർന്നുകൊണ്ടിരിക്കുന്ന വഖഫ് ബോർഡ്, അത് കഴിഞ്ഞ LDF സർക്കാരിൻ്റെ കാലത്തുണ്ട് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്ത വഖഫ് ബോർഡാണ്. ആ വഖഫ് ബോർഡിന് സിറ്റിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടത്തുന്നതിന് തടസ്സമില്ല. അത് സുപ്രീം കോടതി നേരത്തെ ഇക്കാര്യം വ്യക്തമാക്കിയതാണ്. ആ കാര്യം ഇന്നിപ്പോൾ ഹൈക്കോടതിയും ശരിവെക്കുന്നു. അതിനനുസരിച്ച് ഇനിയിപ്പോൾ സിറ്റിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളുമായി മുമ്പോട്ട് പോകാൻ തടസ്സമില്ല എന്നുള്ള കാര്യം കൂടി ഇന്നിപ്പോൾ ഹൈക്കോടതി വ്യക്തമാക്കിയിട്ടുണ്ട്.